Good morning. Next we can see the internal check in respect of cash transactions. അപ്പോൾ ഇന്നലെ നമ്മൾ മനസ്സിലാക്കി എന്താണ് ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക് എന്നുള്ളത്. ഇനി നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് ഇൻറ്റേർണൽ ചെക്ക് നടത്തുന്നതെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ വൾണറബിൾ ടു മിസ്അപ്രോപ്രിയേഷൻ ആൻഡ് ഫ്രോഡ്സ്. അതായത് ഏറ്റവും കൂടുതൽ മിസ്അപ്രോപ്രിയേഷൻ നടക്കുന്നത് ക്യാഷിലായിരിക്കും. സോ ഇറ്റ് ഈസ് ഈസിയർ ടു മിസ്അപ്രോപ്രിയേറ്റ് ക്യാഷ് കമ്പയർഡ് ടു other assets. So it is absolutely necessary to exercise internal check in respect of ക്യാഷ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം പെടും? ക്യാഷ് ഇൻ ഹാൻഡ്, ചെക്ക്, ഡ്രാഫ്റ്റ്, ബിൽസ് എക്സെട്ര. അപ്പം മാക്സിമം എന്ത് ചെയ്യാനാണ് പറയുന്നത് വെച്ചാൽ ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ ഷുഡ് ബി ഡൺ ത്രൂ ബാങ്ക്സ്. അതായത് റെസിപ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ആൻഡ് ഓൾ പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ത്രൂ ബാങ്ക്. അങ്ങനെയാണ് ഈ മിസ്അപ്രോപ്രിയേഷനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ ഈ ചെറിയ ചെറിയ പെറ്റി എക്സ്പെൻസസ് നമുക്ക് എപ്പോഴും ഈ ചെക്കായിട്ട് ഇപ്പോൾ ഒരു 10 രൂപ, 20 രൂപ, 100 രൂപേൻ്റെതൊക്കെ നമുക്ക് ചെക്കായിട്ട് കൊടുക്കൽ ബുദ്ധിമുട്ടാണ്. സോ ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ ടു മേക്ക് ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് ത്രൂ ബാങ്ക്സ് ഡ്യൂ ടു സം പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്. അങ്ങനെയാവുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതായത് ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് എങ്ങനെ ഇൻറ്റേർണൽ ചെക്ക് നടത്താമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ഏതെല്ലാം വരുന്നു വെച്ചാൽ ചെക്ക് ഓൺ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ദെൻ ചെക്ക് ഓൺ ക്യാഷ് റിസീറ്റ്സ് ആൻഡ് ചെക്ക് ഓൺ ക്യാഷ് പേയ്മെൻറ്റ്സ്. അപ്പം നമ്മൾ ഇന്ന് അതാണ് നോക്കാൻ പോണത്. ഫസ്റ്റ് വൺ, ഇൻറ്റേർണൽ ചെക്ക് ആസ് റിഗാർഡ്സ് ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, ക്യാഷ് റിസീപ്റ്റ്സ് ആൻഡ് ചെക്ക് ഓൺ ക്യാഷ് പേയ്മെൻറ്റ്സ്. ഓക്കെ, so first internal check on ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസസ്. എങ്ങനെയാണ് ഇൻറ്റേർണൽ ചെക്ക് നടത്തുക എന്നുള്ളത്. അതായത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ്, ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഫ്ലോട്ട് ടു ബി മെയിൻറ്റെയിൻ അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ടൈം മസ്റ്റ് ബി പ്രീ ഡിറ്റർമിൻഡ്. അതായത് ലിക്വിഡ് ക്യാഷ് ആയിട്ട് അതിനെയാണ് ക്യാഷ് ഫ്ലോട്ട് എന്ന് പറയാം. മിനിമം ക്യാഷ് എത്ര കയ്യിൽ വെക്കണം എന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചിരിക്കണം. Any excess amount over the cash float should be deposited in banks or invested in short-term securities. അപ്പോൾ ഈ മിനിമം ക്യാഷ് ബാലൻസ് കയ്യിൽ വെച്ചിട്ട് ബാക്കി വരുന്നത് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഒന്നുകിൽ ബാങ്കിലിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോർട്ട് ടേം സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺ ഷുഡ് ബി അലൗഡ് ടു ഡീൽ ഇൻ ക്യാഷ് ട്രാൻസാക്ഷൻസ്. അതായത് അതിന് വേണ്ടിയിട്ട് ഓതറൈസ് ചെയ്ത ആളുകൾ മാത്രം ക്യാഷ് ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യാം. ദെൻ ഇൻട്രൊഡ്യൂസ് ഇംപ്രസ്ഡ് പെറ്റി ക്യാഷ് സിസ്റ്റം ഫോർ പെറ്റി ക്യാഷ് പേയ്മെൻറ്റ്സ്. നിങ്ങൾക്കറിയാം ഇംപ്രസ്ഡ് സിസ്റ്റം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ തന്നെ കാഷ്യർ എന്ത് ചെയ്യും? ഹെഡ് ഈ പെറ്റി കാഷ്യറിനൊരു എമൗണ്ട് കൊടുക്കും. അപ്പം ഇപ്പം ഓപ്പണിംഗ് ബാലൻസ് 1000 കൊടുക്കുകയാണെങ്കിൽ ആ 1000 നിന്ന് എന്ത് ചെയ്യും? അയാൾ ഈ ചെറിയ ചെറിയ പെറ്റി എക്സ്പെൻസസ് എല്ലാം മീറ്റ് ചെയ്തിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ക്ലോസിംഗ് ബാലൻസ് അതായത് എത്രയാണോ ഉള്ളത് വീണ്ടും അടുത്ത മാസമാകുമ്പം 1000 രൂപ തന്നെ വീണ്ടും കൊടുക്കും. അങ്ങനെയുള്ള ആ ഒരു സിസ്റ്റം, അതായത് എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതിൽ നിന്നെടുത്തുങ്ങാണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ പെറ്റി എക്സ്പെൻസസ് മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഫോർ ഇൻറ്റേർണൽ ചെക്കിന് വേണ്ടിയിട്ട്. ദെൻ റീപ്ലെനിഷ്മെൻറ്റ് ഓഫ് ഇംപ്രസ്ഡ് ക്യാഷ് ഷുഡ് ബി ചെക്ക്ഡ് ബൈ ഇൻറ്റേർണൽ ഓഡിറ്റർ. അതിൻ്റെ എത്രത്തോളം അത് ക്ലിയറായി പോകുന്നുണ്ട്, ഈ ഇംപ്രസ് സിസ്റ്റത്തിൻ്റെ ആ ഒരു എങ്ങനെ നികത്തി പോകുന്നുണ്ട് എന്നുള്ളത് ഇൻറ്റേർണൽ ഓഡിറ്റർ ഇടയ്ക്ക് ചെക്ക് ചെയ്യാം. ദെൻ ക്യാഷ് ബാലൻസ് ഷുഡ് ബി കെപ്റ്റ് അണ്ടർ സേഫ് കസ്റ്റഡി ആഫ്റ്റർ ഓഫീസ് അവേഴ്സ്. അതായത് ക്യാഷ് ഇങ്ങനെ തോന്നിയ പോലെ ഇടാതെ ഓഫീസ് അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ സേഫായിട്ട് വെക്കുക. ദെൻ ഫിസിക്കൽ ചെക്ക് ഷുഡ് ബി മെയ്ഡ് റെഗുലർലി ടു വെരിഫൈ ക്യാഷ് ബാലൻസസ് വിത്ത് ക്യാഷ് ബുക്ക്. ക്യാഷ് കയ്യിലുള്ള ക്യാഷും ക്യാഷ് ബുക്കുമായിട്ട് ഇടയ്ക്കൊരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുക. ദെൻ ദർ ഷുഡ് ബി എ സിസ്റ്റം ടു റിക്കൺസൈൽ ബാങ്ക് അക്കൗണ്ട്സ് വിത്ത് ക്യാഷ് ബുക്ക് അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് ബാങ്കും
ഇൻറ്റേർണൽ ചെക്ക് നടത്തുന്ന എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് ഇൻറ്റേർണൽ ചെക്ക് ഓൺ ക്യാഷ് റെസീപ്റ്റ്സ്. അപ്പോൾ ക്യാഷ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ക്യാഷ് റെസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ രീതിയിലാവാം? ക്യാഷ് റെസീപ്റ്റ്സ് ക്യാഷ് ഫ്രം കൗണ്ടർ സെയിൽസ് ആവാം, ക്യാഷ് ഫ്രം പോസ്റ്റർ സെയിൽസ് ആവാം, ക്യാഷ് ഫ്രം സെയിൽസ് ബൈ ഏജൻറ്റ്സ് ഓർ ക്യാഷ് ഫ്രം ഡെറ്റേഴ്സ്. ഈ രീതിയിലാണ് നമുക്ക് ക്യാഷ് റെസീപ്റ്റ്സിനുള്ള സാധ്യത ഉള്ളത്. ഇനി അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റവന്യൂ റെസീപ്റ്റ്സ് ആവാം. ഓക്കെ, അപ്പോൾ ഇൻ ഓർഡർ ടു എക്സസൈസ് ബെറ്റർ കൺട്രോൾ ഓൺ ക്യാഷ് റെസീപ്റ്റ്സ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഷുഡ് ബി ഫോളോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ചെക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം? ഓൺലി ഓതറൈസ്ഡ് പേഴ്സൺ ഷുഡ് ബി അലൗഡ് ടു ആക്സെപ്റ്റ് ക്യാഷ്, ചെക്ക് ആൻഡ് ഡ്രാഫ്റ്റ്. അതായത് ആരാണോ ഓതറൈസ് ചെയ്തിരിക്കുന്നത് ഈ ക്യാഷ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ചെക്കാണെങ്കിലും എന്താണെങ്കിലും അവർ മാത്രം ആക്സെപ്റ്റ് ചെയ്യാം. ദെൻ ദ റിസീവിങ് കാഷ്യർ ഷുഡ് നോട്ട് ബി അലൗഡ് ടു മെയിൻറ്റെയിൻ ക്യാഷ് ബുക്ക്. ഇനി ചെക്ക് റിസീവ് ചെയ്യുന്നത് ഒരു കാഷ്യർ ആയിരിക്കും, അയാൾ തന്നെ ക്യാഷ് ബുക്ക് എഴുതരുത്. കാരണം 1 lakhൻ്റെ ചെക്ക് കിട്ടിയിട്ട് അതിൽ കുറച്ച് എഴുതി വെച്ചാൽ പോയി. അപ്പം റിസീവ് ചെയ്യുന്ന ആൾ തന്നെ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടില്ല. അതായത് ക്യാഷ് ബുക്ക് എൻട്രി ഷുഡ് ബി മെയ്ഡ് ബൈ അക്കൗണ്ടൻറ്റ് ഓർ ക്ലർക്ക് ഓതറൈസ്ഡ് ഫോർ ദിസ് പർപ്പസ്. ഓക്കെ, തേർഡ് പോയിന്റ് ഇസ് all incoming mails should be opened by a responsible person and entered in the inward register. അതിന് വേറെ സെപ്പറേറ്റ് ഒരാളെ വെക്കുക. എന്തൊക്കെ ഇൻകമ്മിങ് മെയിൽസ് ഉണ്ടോ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇൻവേർഡ് രജിസ്റ്ററിൽ എൻട്രി ചെയ്യിപ്പിക്കുക. Then all checks, postal orders or draft received should be crossed by marking account payee only. അതായത് ചെക്കായാലും പോസ്റ്റൽ ഓർഡേഴ്സ് ആയാലും അതെല്ലാം ആർക്ക് രീതിയിലും മാറുന്ന രീതിയിലുള്ള ചെക്കാവാൻ പാടില്ല. അക്കൗണ്ട് പേയി ഓൺലി എന്നുള്ള ഫോർമാറ്റിലായിരിക്കണം ആ ചെക്ക് വരേണ്ടത്. ദെൻ ഓൾ റെസിപ്റ്റ്സ് ഓഫ് ക്യാഷ് മസ്റ്റ് ബി എൻറ്റേർഡ് ഇൻ ദ ക്യാഷ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ഫോർ ദിസ് പർപ്പസ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അറേഞ്ച്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ടു ഡെപ്പോസിറ്റ് ഓൾ ചെക്സ് ആൻഡ് ഡ്രാഫ്റ്റ് റിസീവ്ഡ് വിത്ത് ദ ബാങ്ക് ഓൺ ഡെയിലി ബേസിസ്. എല്ലാ ദിവസവും കിട്ടുന്ന ചെക്കാണെങ്കിലും ഡ്രാഫ്റ്റ് ആണെങ്കിലും അന്നന്ന് ബാങ്കിൽ കൊണ്ടുപോകണം. ദെൻ റെസിപ്റ്റ് ബുക്ക് ഷുഡ് ബി മെയിൻറ്റെയിൻ വിത്ത് കൗണ്ടർ ഫോയിൽസ് ഫോർ റെസിപ്റ്റ് ഓഫ് ക്യാഷ്. അതായത് റെസിപ്റ്റ് ബുക്ക് ഉണ്ടാവുമല്ലോ, എന്ത് ക്യാഷ് കിട്ടിയാലും അത് എൻട്രി ചെയ്യുന്ന ക്യാഷ് ബുക്ക്, ആ റെസിപ്റ്റ് ബുക്കിൻ്റെ കൂടെ കൗണ്ടർ ഫോയിലും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് എന്തെങ്കിലും ക്യാഷ് കിട്ടിയാലും നമ്മൾ റിസീവ്ഡ് എന്ന് പറഞ്ഞൊരു റെസിപ്റ്റ് കൊടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ കൗണ്ടർ ഫോയിൽ എന്ന് പറഞ്ഞാൽ ആ കുറ്റി അതവിടെ സൂക്ഷിക്കുക. ഓക്കെ, ദ കൗണ്ടർ ഫോയിൽസ് ഓഫ് റെസിപ്റ്റ് ബുക്ക് ഷുഡ് ബി റീറ്റെയിൻഡ് അണ്ടർ കസ്റ്റഡി. സോ ദീസ് ആർ ദ പോയിൻറ്റ്സ് ടു ബി നോട്ടഡ്, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഷുഡ് ബി ഫോളോഡ് വൈൽ എക്സസൈസിങ് എന്താ പറയുക കൺട്രോൾ ഓൺ ക്യാഷ് റെസീപ്റ്റ്സ്. ഇനി നമുക്ക് നോക്കാം ക്യാഷ് പേയ്മെൻറ്റ്സ് നടത്തുന്ന സമയത്ത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത്. അതായത് ക്യാഷ് പേയ്മെൻറ്റ്സ് എന്ന് പറയുമ്പം ഏതൊക്കെ രീതിയിലാവാം പേയ്മെൻറ്റ്സ്? ഒന്നുകിൽ ക്യാഷ് പർച്ചേസസ് നടത്തിയിട്ടാവാം കൊടുക്കുന്നത്, അല്ലെങ്കിൽ പേയ്മെൻറ്റ്സ് ടു ക്രെഡിറ്റേഴ്സ് ആവാം, ഓർ പേയ്മെൻറ്റ്സ് ഓഫ് വേജസ് ആൻഡ് സാലറീസ് ഓർ അതർ എക്സ്പെൻസസ് ആവാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്യാഷ് പേയ്മെൻറ്റ്സ് നോക്കാം. അതായത് എമൗണ്ട് പേ ചെയ്യുന്ന സമയത്ത് എല്ലാ പേയ്മെൻറ്റ്സും ഓൾ പേയ്മെൻറ്റ്സ് ഓവർ എ സർട്ടൻ ലിമിറ്റ് ഷുഡ് ബി മെയ്ഡ് ത്രൂ ക്രോസ് ചെക്ക് ഓൺലി. അതായത് പേയ്മെൻറ്റ്സ് നടക്കുകയാണെങ്കിലും ക്യാഷായിട്ട് കൊടുക്കാതെ ചെക്കായിട്ട് കൊടുക്കുക. ദെൻ ദ പേഴ്സൺ പ്രിപ്പയറിംഗ് ക്യാഷ് ബുക്ക് എൻട്രി ഷുഡ് നോട്ട് ബി അലൗഡ് ടു ഡ്രോ ചെക്സ്. നേരത്തെ ക്യാഷ് റെസിപ്റ്റ് പറഞ്ഞ പോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് നടത്തുന്ന ചെക്ക് കൊടുക്കുന്ന ആൾ തന്നെ ആവരുത് ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യേണ്ട ആൾ, അത് രണ്ടും രണ്ടായിരിക്കണം. ദെൻ ഓൾ പേയ്മെൻറ്റ്സ് മെയ്ഡ് ത്രൂ ചെക്ക് ഷുഡ് ബി പ്രോപ്പർലി ഓതറൈസ്ഡ് ആൻഡ് ചെക്ക് ഷുഡ് ബി സൈൻ ബൈ അറ്റ്ലീസ്റ്റ് 2 persons എന്നാണ് പറയുന്നത്. അതേപോലെ ചെക്ക് ഷുഡ് ബി അണ്ടർ ദ സേഫ് കസ്റ്റഡി ഓഫ് റെസ്പോൺസിബിൾ പേഴ്സൺ. ക്യാഷ് പേയ്മെൻറ്റ്സിനും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ഫോളോ ഇംപ്രസ്ഡ് ക്യാഷ് സിസ്റ്റം. ഓക്കെ, and valid receipts should be kept for all payments made through checks. Insist on petty cashier to keep separate vouchers for all petty cash expenses paid. അപ്പോൾ പെറ്റി ക്യാഷ് എക്സ്പെൻസസിൻ്റെ ഓരോ ചെറിയ ചെറിയ എമൗണ്ടിനുള്ള ബിൽസൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കാൻ പറയാം പെറ്റി ക്യാഷ്യർ അടുത്ത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പം നമ്മൾ 3 കഴിഞ്ഞ് ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ ഇൻറ്റേർണൽ ചെക്ക് ആസ് റിഗാർഡ്സ്
ക്യാഷ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും ചെക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, അതേമാതിരി ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും എങ്ങനെ ഇൻറ്റേർണൽ ചെക്ക് നടത്താം, അതിന് എന്തൊക്കെ പോയിൻറ്റ്സ് ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻറ്റേർണൽ ചെക്ക് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്യാഷ് സെയിൽസ് ആണ്. അതായത് ഈ ഇൻ ബിഗ് ബിസിനസ് ഹൗസസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻസ് വിൽ ബി വെരി ഹൈ. അപ്പോൾ ഈ ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പം ചിലപ്പം ഏതൊക്കെ രീതിയിലാവാം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ സെയിൽസ് ഓവർ ദ കൗണ്ടർ സെയിൽസ് ഉണ്ടാവാം, സെയിൽസ് ബൈ ട്രാവലിംഗ് ഏജൻറ്റ്സ് ഓർ ഇൻ്റർമീഡിയറീസ് വരാം, പോസ്റ്റൽ സെയിൽസ്. ഈ 3 രീതിയിൽ സെയിൽസ് വരും. അപ്പോൾ ആ കിട്ടുന്ന ക്യാഷൊക്കെ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ്, സെയിൽസ് ഓവർ ദ കൗണ്ടർ. അതായത് കൗണ്ടർ സെയിൽസിന് ഒരു പ്രോപ്പർ ആൻഡ് എഫക്റ്റീവ് ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഷുഡ് ബി ഡെവലപ്ഡ് വെൻ ഫോർ ദ കൗണ്ടർ സെയിൽസ് എന്നാണ് പറയുന്നത്. അതായത് എന്തൊക്കെ പോയിൻറ്റ്സ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫോർ ഈച്ച് കൗണ്ടർ സെപ്പറേറ്റ് സെയിൽസ് പേഴ്സൺ ഷുഡ് ബി ഡെപ്യൂട്ടഡ് എന്നാണ് പറയുന്നത്. അതായത് ഓരോ കൗണ്ടറിലേക്കും ഓരോ സെയിൽസ് പേഴ്സൺ വേണം. Cash sale invoices should be printed in numerical sequence and each salesman is given a separate book containing cash sale invoices. അപ്പം ക്യാഷ് സെയിൽസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഇൻവോയ്സ് അതായത് ഒരു ന്യൂമറിക്കൽ സീക്വൻസിൽ പ്രിൻ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഓരോ കൗണ്ടറുള്ള സെയിൽസ്മാനും ഓരോ ക്യാഷ് കൊടുക്കുക, സെയിൽസ് ഇൻവോയ്സസ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 copies ഓഫ് ക്യാഷ് സെയിൽ ഇൻവോയ്സസ് ഷുഡ് ബി പ്രിപ്പയർഡ് ബൈ ദ സെയിൽസ്മാൻ വെൻ മേക്കിംഗ് സെയിൽസ്. 4 കോപ്പീസ് ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. അതായത് 4 കോപ്പീസിൽ കസ്റ്റമർക്ക് ഒന്ന് കൊടുക്കാൻ, 1 കോപ്പി കൗണ്ടർ സെയിൽസ്മെന്നിന് വേണം. പിന്നെ അതേപോലെ വേറെ എവിടേക്കൊക്കെയാണോ കൊടുക്കാനുള്ളത്, അതായത് ഒഫീഷ്യൽസ് ഉണ്ടാവില്ല അത് കീപ്പ് ചെയ്യുന്നത്, അങ്ങനെ ഈ 4 കോപ്പീസായിട്ട് ചെയ്യാനാണ് പറയുന്നത്. അതിൽ ആദ്യം കൊടുക്കാൻ പറയുന്നത് ഈ കോപ്പീസൊക്കെ ആര് കൗണ്ടർ ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, അനദർ ഒഫീഷ്യൽ ബിഫോർ ദേ ആർ ഹാൻഡഡ് ഓവർ ടു ദ കസ്റ്റമർ. 2 copies must be retained by the salesman and other 2 copies are given to customer, instructing him to pay the amount in cash counter. Okay, so at the cash counter, after receiving the amount, 1 copy is given to the customer and 1 is maintained at the office. At the end of the day, the salesman and the cashier prepare the summary of sales and send it to the official in charge of സെയിൽസ്. അപ്പോൾ കൗണ്ടർ സെയിൽസിലുള്ള സെയിൽസ്മാനും അയാളുടെ ആ സമ്മറി പ്രിപ്പയർ ചെയ്യും, അന്നത്തെ സെയിൽസിൻ്റെ. അതേപോലെ ക്യാഷ് കളക്ട് ചെയ്ത സ്ഥലത്തുണ്ടാവുമല്ലോ ഒരു കോപ്പി എടുത്ത് വെച്ചിട്ട് അവർ. അപ്പോൾ അങ്ങനെയാണ് ഇൻറ്റേർണൽ ചെക്ക് നടത്തുക. 2 കൂട്ടരതും സെയിം ആവണം. Then daily cash receipts are to be deposited in the bank. So these are the points to be noted over counter sales. ഇനി നമ്മൾ നോക്കാൻ പോണത് ഇപ്പോൾ ട്രാവലിംഗ് ഏജൻറ്റ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറി സെയിൽസ് നടത്തി വന്നിട്ടുണ്ടല്ലോ, അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദ ട്രാവലിംഗ് ഏജൻറ്റ്സ് ആർ റിക്വയർഡ് ടു ഇഷ്യൂ റെസീപ്റ്റ്സ് ഓൺ മേക്കിംഗ് സെയിൽസ്. അതായത് അവരുടെ അടുത്ത് എന്താ പറയേണ്ടത് എന്ന് വെച്ചാൽ, ക്യാഷ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, റെസീപ്റ്റ്സ് ഇഷ്യൂ ചെയ്യാൻ പറയാം. ദേ ഷുഡ് റെമിറ്റ് ദ മണി കളക്റ്റഡ് ടു ദ ഓഫീസ് ഓർ ടു ദ ബാങ്ക്. അവർ കളക്ട് ചെയ്യുന്ന ഏജൻറ്റ്സ് കളക്ട് ചെയ്യുന്ന ക്യാഷ് ഒന്നുകിൽ ഓഫീസിൽ റെമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയിട്ടിടാൻ പറയാം. ദ ഓഫീസ് ഷുഡ് മെയിൻറ്റെയിൻ എ ലിസ്റ്റ് ഓഫ് ഡെറ്റേഴ്സ് ഇഫ് ക്രെഡിറ്റ് സെയിൽസ് ആർ മെയ്ഡ് ബൈ ഏജൻറ്റ്സ്. അതായത് ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടെങ്കിൽ ഓഫീസിലൊരു കോപ്പി തന്നെ ഉണ്ടായിരിക്കണം ഡെറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള. ആൻഡ് ദ ഏജൻറ്റ് ഷുഡ് ബി ആസ്ക്ഡ് ടു പ്രിപ്പയർ എ പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സെയിൽസ് മെയ്ഡ്, അതുമാതിരി ക്യാഷ് കളക്റ്റഡ് ആൻഡ് എമൗണ്ട് ഡ്യൂ ടുഗെദർ വിത്ത് എ ലിസ്റ്റ് ഓഫ് ഡെറ്റേഴ്സ് വിച്ച് ഷുഡ് ബി തറലി ചെക്ക് ബൈ എ റെസ്പോൺസിബിൾ പേഴ്സൺ. അതായത് ഏജൻസ് വിറ്റ സാധനത്തിൻ്റെ ലിസ്റ്റ് വേണം, എത്ര ക്യാഷ് കളക്ട് ചെയ്ത് എത്ര എമൗണ്ട് ഡ്യൂ ഉണ്ട്, അതായത് ഡെറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൂടെയുള്ള ലിസ്റ്റ് എന്താക്കണം എന്നാണ് പറയുന്നത്, പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് അവരോട് ആവശ്യപ്പെടാം. ആൻഡ് ഇറ്റ് ഷുഡ് ബി ചെക്ക് ബൈ എ റെസ്പോൺസിബിൾ ഒഫീഷ്യൽ. Last point is agent should not be allowed to deduct his commission or meet any expenditure out of the money collected by him from the customer. അതായത് നേരിട്ടും കമ്മീഷനൊന്നും ഏജൻസ് എടുക്കാൻ പാടില്ല. എന്ത് എമൗണ്ട് കിട്ടുന്നോ അതെല്ലാം ഓഫീസിൽ അല്ലെങ്കിൽ ബാങ്കിൽ ഇടണം എന്നുള്ളതാണ്. ഓക്കെ, ഏജൻറ്റ് ഷുഡ് നോട്ട് ബി അലൗഡ് ടു കണ്ടിന്യൂ ടു വർക്ക് ഇൻ വൺ ഏരിയ ഫോർ എ ലോങ് ടൈം.
അതായത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും അവരൊരു ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിലേക്ക്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണത് ഇൻറ്റേർണൽ ചെക്ക് ഇൻ റെസ്പെക്റ്റ് ഓഫ് പോസ്റ്റൽ സെയിൽസ് ആണ്. പോസ്റ്റൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇങ്ങനെ പോസ്റ്റലായിട്ട് സാധനങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ ക്യാഷ് റിസീപ്റ്റ്സ് ഒക്കെ എങ്ങനെ ഇതാക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ചെയ്യാൻ പറയുന്നത് സെപ്പറേറ്റ് രജിസ്റ്റർ ഷുഡ് ബി മെയിൻറ്റെയിൻ വെർ ഗുഡ്സ് ആർ സെൻറ്റ് ബൈ വാല്യൂ പേയബിൾ ബൈ പോസ്റ്റ്. സെപ്പറേറ്റ് രജിസ്റ്റർ വേണം പോസ്റ്റൽ സെയിൽസിന്. പിന്നെ വേറൊരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ദ ഗുഡ്സ് റിട്ടേൺ വിത്തൗട്ട് ആക്സെപ്റ്റിംഗ് ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ എ സെപ്പറേറ്റ് രജിസ്റ്റർ. സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ, ഇങ്ങനെ പോസ്റ്റൽ സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്യാം. അതിനകത്ത് ടോട്ടൽ എമൗണ്ട് കളക്റ്റഡ് ഫ്രം കസ്റ്റമേഴ്സ് ബൈ പോസ്റ്റ് should be recorded in the value payable by post register, and that register should be thoroughly checked by a responsible official of the organization. So these are the points noted while എന്താ പറയുക മേക്കിംഗ് ഇൻറ്റേർണൽ ചെക്ക് ഓവർ സെയിൽസ്. അപ്പോൾ 3 തരത്തിലാണ് സെയിൽസ് ഉള്ളത്. ആ 3 തരത്തിലുള്ള സെയിൽസും എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാം എന്നുള്ളത്, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോണത് ഇൻറ്റേർണൽ ചെക്ക് ആസ് റിഗാർഡ്സ് പേയ്മെൻറ്റ് ഓഫ് വേജസ് ആണ്. അതായത് വേജസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു മെയിൻ എക്സ്പെൻഡിച്ചർ ഓഫ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. അതായത് എവറി എഫേർട്ട് ഷുഡ് ബി മെയ്ഡ് ടു ഡിറ്റക്റ്റ് ആൻഡ് പ്രിവെൻറ്റ് ഫ്രോഡ് വിത്ത് ഹെൽപ്പ് ഓഫ് പ്രോപ്പർ ഇൻറ്റേർണൽ ചെക്ക്. അപ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ്, മെയിൻ്റെനൻസ് ഓഫ് വേജ് റെക്കോർഡ്സ്, കൃത്യമായ റെക്കോർഡ് വേണം. പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് വേജസ്. ഈ 3 കാര്യങ്ങളിലും സ്പെഷ്യൽ കെയർ ഷുഡ് ബി ടേക്കൺ ഇൻ ദി ഫോളോയിങ് മാറ്റേഴ്സ്, ഇൻ ദീസ് മാറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് വേജ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പം, അതേമാതിരി വേജസ് പേ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പം വൈൽ മെയിൻറ്റെയിനിങ് വേജ് റെക്കോർഡ്സ്, അതായത് വേജസ് വിൽ ബി പെയ്ഡ് ടു വർക്കേഴ്സ് ഈതർ ഓൺ ദ ബേസിസ് ഓഫ് ടൈം റേറ്റ് ഓർ പീസ് റേറ്റ്. സോ ദ ഫോളോയിങ് പോയിന്റ് ഷുഡ് ബി കൺസിഡേർഡ് വൈൽ മെയിൻറ്റെയിനിങ് wage register, wage record. The separate wage department should be set up under a responsible officer. അതായത് സെപ്പറേറ്റ് വേജ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. അതേമാതിരി റെക്കോർഡ് കാർഡ് വിത്ത് ഓൾ ഡീറ്റെയിൽസ് ഓഫ് വർക്ക് ഷുഡ് ബി കെപ്റ്റ് ഫോർ ഈച്ച് വർക്കർ. അതേമാതിരി റേറ്റ് ഓഫ് വേജസ് ആൻഡ് എനി ചേഞ്ച് ഇൻ ദ റേറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ റെക്കോർഡ് കാർഡ്. Then if time wages are paid, proper time recording devices should be maintained. അറ്റൻഡൻസ് കാർഡൊക്കെ വെക്കാറുണ്ട്. ദ ഗേറ്റ് കീപ്പർ റെക്കോർഡ്സ് ദ അറ്റൻഡൻസ് ഓഫ് ഈച്ച് വർക്കർ വെൻ ദേ എൻറ്റർ ദ ഫാക്ടറി. അങ്ങനെ ദിസ് റെക്കോർഡ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ദ ടൈം ഓഫ് അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ റെക്കോർഡഡ് ബൈ ഫോർമാൻ ഇൻ ദി ഫാക്ടറി. ഓക്കെ, അപ്പോൾ വേജസ് പേ ചെയ്യുന്നത് പീസ് റേറ്റിനാണെങ്കിൽ ദർ ഷുഡ് ബി എ പ്രോംപ്റ്റ് റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റം. അതായത് ജോബ് കാർഡ് ഈസ് ഗിവൺ ടു എ വർക്കർ. ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ വർക്കർ ഈസ് റെക്കോർഡഡ് ഇൻ ദ ജോബ് കാർഡ് ബൈ ദി ഫോർമാൻ. ഓക്കെ, ഇനി ഓവർ ടൈം വേജസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഓവർ ടൈം സ്ലിപ്പ് ഇസ് ഇഷ്യൂഡ് ടു ഈച്ച് വർക്കർ ഓൺ വിച്ച് ഓൾ ദ ഡീറ്റെയിൽസ് ആർ റെക്കോർഡഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേജ് റെക്കോർഡിൽ ചെയ്യേണ്ടത്. ഇനി വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്ത് ശ്രദ്ധിക്കണം നോക്കാം. അതായത് സെപ്പറേറ്റ് വേജ് ഷീറ്റ്സ് ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ടൈം വർക്കേഴ്സ് ആൻഡ് പീസ് വർക്കേഴ്സ്. അപ്പോൾ പീസ് റേറ്റ് ആണോ ടൈം റേറ്റ് ആണോ നോക്കിയിട്ട് സെപ്പറേറ്റ് വേജ് ഷീറ്റ് വേണം. അതായത് ദ വർക്ക് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ് ഷുഡ് ബി ഡൺ ബൈ അറ്റ്ലീസ്റ്റ് 4 ക്ലർക്ക് സോ ദാറ്റ് ഇറഗുലാരിറ്റീസ് ക്യാൻ ബി മിനിമൈസ്. എന്തിനാ 4 ക്ലർക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 ക്ലർക്സ് ഷുഡ് ചെക്ക് ദ ടൈം and piece wage records, overtime records and statements received from the foreman. Third clerk shall prepare individual workers' statements, and the fourth one will calculate, check all the calculations, the gross amount, deductions, etc. Okay. ഇനി while making payment of wages, what all points should be noted എന്നുള്ളതാണ്. അതായത് സിസ്റ്റം ഓഫ് വേജ് പേയ്മെൻറ്റ് ഷുഡ് ബി ഡിവൈസ്ഡ് ഇൻ എ പ്ലാൻഡ് ആൻഡ് കെയർഫുൾ മാനർ എന്നാണ് പറയുന്നത്. അതായത് വേജസ് ഷുഡ് ബി പെയ്ഡ് ബൈ എ പേഴ്സൺ ഹു ഇസ് നോ വേ കണക്റ്റഡ് വിത്ത് എ പ്രിപ്പറേഷൻ ഓഫ് വേജ് ഷീറ്റ്. ഓക്കെ, വേജ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത ആളാവരുത് വേജസ് കൊടുക്കുന്നത്. അപ്പം ജനറലി വേജസ് ആർ പെയ്ഡ് ബൈ ദ കാഷ്യർ ഹു വിഡ്രോസ് ദ മണി ഫ്രം ദ ബാങ്ക് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് വേജസ്. Each worker who is to receive wages should be present at the time of disbursement of wages. അതായത് ആർക്കാണോ വേജസ് കിട്ടാനുള്ള അവർ നേരിട്ട് തന്നെ വന്ന് വാങ്ങിക്കൊള്ളണം.
ദ ഫോർമാൻ ഷുഡ് ഓൾസോ ബി പ്രസൻറ്റ് ടു ഐഡൻറ്റിഫൈ ഈച്ച് വർക്കർ. അതായത് പണിക്കാർക്ക് തന്നെയാണ് കൊടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതൊക്കെ ഫോർമാൻ ചെക്ക് ചെയ്തോളാം. ദ സിഗ്നേച്ചർ ഓഫ് ദി വർക്കേഴ്സ് ഷുഡ് ബി ഒബ്റ്റെയിൻ വെൻ ഇറ്റ് ഇസ് ഡിസ്ബേഴ്സ്ഡ്. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ടു പേ വേജസ് ടു ആബ്സെൻറ്റി വർക്കേഴ്സ്. അതായത് എ ലിസ്റ്റ് ഓഫ് അൺപെയ്ഡ് വർക്കേഴ്സ് ഷുഡ് ബി പ്രിപ്പയർഡ് എന്നാണ് പറയുന്നത്. സർപ്രൈസ് വിസിറ്റ് വേണമെങ്കിൽ ചെയ്യാം സീനിയർ ഒഫീഷ്യൽസിന് വൈൽ വേജസ് ആർ ഡിസ്പേഴ്സ്ഡ്. ഓക്കെ, ദീസ് ആർ ദ പോയിൻറ്റ്സ് ടു ബി നോട്ടഡ് വൈൽ എന്താ പറയുക ആസ് റിഗാർഡ്സ് പേയ്മെൻറ്റ് ഓഫ് വേജസ്. നമ്മൾ നോക്കാം